മുണ്ടയാംപറമ്പ് തറക്കുമിത്തൽ ഭഗവതി ക്ഷേത്ര തിറ മഹോത്സവം 27, 28, 29 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 27 പകൽ 3 തിരുവാഭരണം ചാർത്തൽ ചടങ്ങ് നടക്കും. 28 പുലർച്ചെ 3 മുതൽ അറിവിലാൻ ദൈവത്തിന്റെ തിറയും രാവിലെ 8 പെരുമ്പേശൻ തെയ്യവും കെട്ടിയാടും. പകൽ 1 കുണ്ടൂക്കുര ചോറുകോരൽ ചടങ്ങ്. വൈകിട്ട് 5 വലിയ തമ്പുരാട്ടി തിറയും രാത്രി 8 മുതൽ തിറ അടിയന്തിരങ്ങളും നടക്കും. രാത്രി 12 വരെ അന്നദാനവും ഉണ്ടാവും. ബുധനാഴ്ച രാവിലെ 9 ചെറിയ തമ്പുരാട്ടി തിറ. വാഹനങ്ങളിൽ എത്തിച്ചേരുന്നവർ അനുവദനീയമായ സ്ഥലങ്ങളിൽ മാത്രം വാഹനം പാർക്ക് ചെയ്യണം. ക്ഷേത്രത്തിലെത്തുന്നവർ കുടിവെള്ളം കരുതണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ CV ഗിരീഷ് കുമാർ, ട്രസ്റ്റി പ്രതിനിധി കനകത്തിടത്തിൽ വസന്തകുമാർ എന്നിവർ പങ്കെടുത്തു. ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മേടത്തില മഹോത്സവം ഏപ്രിൽ 27, 28, 29 തീയതികളിലായാണ് നടക്കുന്നത്. ശ്രീ മുണ്ടയാംപറമ്പിൽ അമ്മയുടെ ഓമന കല്യാണം എന്ന് വിശേഷിപ്പിക്കുന്ന മേടത്തില മഹോത്സവത്തിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളെയും ഭക്ത്യാദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇവിടെ കണ്ണൂരിനോടൊപ്പം വടകരയിലും സമ്മേളനം വിളിക്കാനുണ്ടായ കാരണം ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ വലിയൊരു പങ്ക് ഈ വടകര, നാദാപുരം, കുറ്റ്യാടി മേഖലകളിൽ നിന്നുള്ള ഭക്തജനങ്ങളാണ്. അവർ എല്ലാ വർഷവും കൃത്യമായി തന്നെ പ്രധാനമായും മേടത്തില മഹോത്സവ ദിവസം രാവിലെ മുതൽ തന്നെ ധാരാളം ഭക്തജനങ്ങൾ ക്ഷേത്രദർശനത്തിന് എത്തുന്നു. ഏപ്രിൽ 28 മഹോത്സവം. പുലർച്ചെ 3 മണിക്ക് അറിവിലാൻ ദൈവത്തിൻ്റെ തിറയും അന്നേ ദിവസം രാവിലെ 8 മണിക്ക് പെരുമ്പേശൻ തെയ്യവും കെട്ടിയാടും. 28 ഉച്ചക്ക് 1 മണിക്കാണ് പ്രസിദ്ധമായ കുണ്ടൂങ്കര ചോറുകൂരൽ ചടങ്ങ്. വൈകുന്നേരം 5 മണിക്ക് വലിയ തമ്പുരാട്ടിത്തിറ ഭക്തജനങ്ങൾക്ക് ദർശനമേകും. സാധാരണഗതിയിൽ നമ്മൾ തിടപ്പള്ളിയിൽ വെച്ചാണ് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊടുക്കുക. ഈ ഉത്സവ സമയത്ത് മാത്രം തിടപ്പള്ളിയിൽ നിവേദ്യങ്ങളൊന്നും ചെയ്യാതെ പുറത്ത് കുളത്തിൻ്റെയും അപ്പുറത്ത് കുണ്ടുങ്കര എന്ന് പറയുന്നൊരു പ്രദേശത്ത് താൽക്കാലിക പന്തലൊരുക്കി അന്നേ ഒരു ദിവസം തിടപ്പള്ളി ആയി സങ്കല്പിച്ചിട്ട് അവിടുന്നാണ് അത് ഈ മേഖലയിലുള്ള ചില തറവാട്ടുകാർക്ക് നമ്പൂതിരിമാർ ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ അവർ ധൈര്യപൂർവ്വം വന്നിട്ട് ഇതിനകത്ത് നിന്ന് കോരി എടുത്ത് കൊണ്ടുപോകുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങിനാണ് കുണ്ടുങ്കര ചോറുകോരൽ എന്ന് പറയാം. അവരെ ആവശ്യത്തിന് കോരി കൊണ്ടുപോയതിന് ശേഷം മാത്രമേ പിന്നെ നമ്പൂതിരിമാർ പോലും ഇതിനകത്ത് ഭക്ഷണം കഴിക്കാൻ എടുക്കുകയുള്ളൂ. അത് കാലാകാലമായി നടന്നു വരുന്ന ചടങ്ങാണ്. അതിന് പ്രത്യേക എന്തെങ്കിലും ഐതിഹ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റിയൊന്നും നമുക്കും അറിയില്ല, പുതിയ തലമുറക്ക്. അതായത് ഈ ക്ഷേത്രാചാരപരമായി ഉള്ള കർമ്മങ്ങൾ അവിടെ നടത്തുന്നതല്ലാതെ ദേവസ്വമോ നമ്മുടെ ക്ഷേത്ര ഭാരവാഹികളോ ഒരിക്കലും തന്നെ മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന യാതൊരു സമീപനങ്ങളും നമ്മൾ സ്വീകരിക്കാറില്ല. കാലകാലങ്ങളായി വരുന്ന അതായത് ക്ഷേത്രത്തിൽ വെച്ച് മദ്യം വിതരണം ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാതൊന്നും തന്നെ ഞങ്ങൾ ക്ഷേത്ര ഭരണാധികാരികൾ ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾക്കറിയാലോ, വരുന്ന 10,000-കണക്കിന് ഭക്തജനങ്ങൾ, 10,000-കണക്കിന് വിവിധ ഭാഗങ്ങളിൽ നിന്ന ഭക്തജനങ്ങൾ അവിടെ ആ പ്രദേശത്ത് മൊത്തമായി വരികയാണ്. ക്ഷേത്ര ദർശനം നടത്തിയതിനു ശേഷം വിവിധ പ്രദേശങ്ങളിലായി അവർ വന്ന് അവരുടേതായ ബന്ധപ്പെട്ട ചില മുമ്പേ പൗരാണികമായി ചെയ്തു വരുന്ന അല്ലെങ്കിൽ അവരെ അനുഷ്ഠിച്ച് വരുന്ന ചില ആചാരങ്ങൾ നിറവേറ്റുകയാണ്. അപ്പം അതിൽ കൂടുതലായി നമുക്ക് ഇടപെടുന്നതിന് പരിമിതിയുണ്ട്. അപ്പം ഞങ്ങൾ യാതൊരു കാരണവശാലും നമ്മളതിനായി ബന്ധപ്പെട്ട് ഇത് പ്രോത്സാഹിപ്പിക്കുക തരത്ത രീതിയിലൊക്കെയുള്ള ബോർഡുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുമുണ്ട്.
പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ കുണ്ടൂങ്കര ചോറുകളുടെ മറ്റ് ചെറിയ ഒരു സങ്കല്പം പറയുന്നത് ഈ ദേവാസുര യുദ്ധവുമായി ബന്ധപ്പെട്ട് ഈ യുദ്ധത്തിന് ശേഷം യുദ്ധം ജയിച്ച ദേവഗണങ്ങൾക്ക് അമ്മ നേരിട്ട് പിന്നെ ഭഗവതി കൂട്ടുന്നു എന്നുള്ള രീതിയിലൊരു സങ്കല്പവും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഗണ്ഡ്യാപറമ്പിൻ്റെ ആചാരം നമുക്കെല്ലാവർക്കും അറിയാം. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായി ഉച്ച കഴിഞ്ഞാൽ പേരുച്ചരിക്കാത്ത ഒരു സ്ഥലം എന്ന് പറയുന്നത് പോലെ തന്നെ വിഭിന്നമായ ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങളും ഭയഭക്തിയോടെ കാണുന്നൊരു ക്ഷേത്രം എന്നുള്ള നിലയിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ആ രീതിയിൽ പരിപാലിച്ചു വരുന്ന മുഴുവൻ ഭക്തിജനങ്ങൾക്കും അതിൻ്റേതായ ഫലപ്രാപ്തി അവിടെ നിന്നും കിട്ടാറുമുണ്ട് എന്നുള്ളത് തന്നെയാണ് അനുഭവസ്ഥർ പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ എന്താ പറയുക, അവിടെ കാരുണ്യത്തിനെ എല്ലാവരും പ്രാർത്ഥിക്കുക. ഈ മറ്റ് കാര്യങ്ങൾ അവിടെ ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന അടിസ്ഥാനപരമായി ദേവസ്വം എങ്ങനെയാണോ ചെയ്യേണ്ടത് അത്തരം സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.